ഹായ് ഗെയ്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ പുതിയൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്തൊന്നുമല്ല സംസാരിക്കാനായിട്ട് വന്നത്. ഇന്ന് നടന്ന ഒരു സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇപ്പോഴ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും കാണും. ചിലപ്പോൾ നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ കാണും, ഇല്ലയോ? മറ്റുള്ളവരിൽ നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ കാണും. നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ കാണും, ഇല്ലേ? അപ്പം അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഇന്ന് എൻ്റെ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്ത ഒരു കാര്യമാണ്. ഫേസ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായ ഒരു സംഭവമാണ്. അത് നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് ആ ഒരു വിഷയം ഒത്തിരി ചിന്തിക്കാനായിട്ട് ഒരു അവസരം നൽകിയ ഒരു കാര്യമായിരുന്നു. അതായത് ഇന്ന് ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ചേച്ചി ഇവിടെ സാധനങ്ങൾ വിൽക്കാനായിട്ട് വന്നു. ചേച്ചി എന്ന് പറഞ്ഞാൽ ഇത്ത എന്ന് പറയാം. ഒരു ഇത്ത കുറേ സാധനങ്ങൾ വിൽക്കാനായിട്ട് വന്നു. ആ ഇത്തയുടെ കയ്യിൽ രണ്ട് കയ്യിലും 2 സഞ്ചികളുണ്ട്. 2 സഞ്ചികൾ നിറച്ചും സാധനങ്ങളായിരുന്നു. ഇങ്ങനെ വന്ന് വിളിച്ചപ്പോഴും ഞാൻ ഡോറ് തുറന്ന് നോക്കിയപ്പോഴേക്ക് ഇങ്ങനെ വന്ന് സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. അപ്പോഴും എന്തെങ്കിലും സാധനങ്ങൾ വേണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഒരു സാധനവും വേണ്ട എന്ന് പറഞ്ഞു. അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഫ്ലോർ തുടയ്ക്കുന്ന സാധനങ്ങൾ, പിന്നെ ടോയ്ലറ്റ് കഴുകുന്നത്, പിന്നെ കുളിക്കുന്ന സോപ്പ്, പാത്രം കഴുകുന്ന സോപ്പ്, ഡെറ്റോൾ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, പിന്നെ അച്ചാർ തന്നെ ഒരു 4 ഐറ്റംസൊക്കെ കാണും. അതായത് നാരങ്ങ, മാങ്ങ, അങ്ങനെ 4 ഐറ്റംസൊക്കെ കാണും. എന്നോട് ചോദിച്ചു ഇങ്ങനെ ഈ സാധനങ്ങൾ വല്ലതും വേണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട, ഇപ്പം ഷാമ്പൂ, ഫ്ലോർ ഉടയ്ക്കുന്ന സാധനങ്ങൾ, കുളിക്കുന്ന സോപ്പ്, തുണി കഴുകുന്ന സോപ്പ്, ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി വേണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു പേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു പേസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പേസ്റ്റ് അത്യാവശ്യമായിരുന്നു, പിന്നെ വാങ്ങിക്കാനായിട്ട് പുറത്തോട്ട് പോകേണ്ട കാര്യവും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പം പറഞ്ഞു അയ്യോ പേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് വരികയാണ്. ഞങ്ങളല്ല, ഞാൻ പഞ്ചായത്തിൽ നിന്ന് വരികയാണ്. പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ 4 പേരെ ഇങ്ങനെ വിട്ടിട്ടുണ്ട്. അതായത് ഈ 4 പേർക്കും ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡിലും പോകാം. ഓരോരുത്തർ വീതമാണ് പോകുന്നത്. പക്ഷേ ഈ 4 പേർക്കും ഈ പഞ്ചായത്തിൽ എത്ര വാർഡുണ്ടോ ആ വാർഡിലെല്ലാം പോകാമെന്ന് പറഞ്ഞു. പറഞ്ഞു ഒറ്റയ്ക്കാണ്, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഒരാളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ലായിരുന്നു. പിന്നെ നടന്ന് ക്ഷീണിച്ച് വരികയാണ്. ഉച്ചയ്ക്ക് നടന്നതിൻ്റെ ക്ഷീണമുണ്ട്, വിയർത്തൊലിച്ച് വരികയാണ്. അതിൻ്റെയൊക്കെ ക്ഷീണം ആ ഇത്തയുടെ മുഖത്ത് കാണാമായിരുന്നു. ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഇത്ത പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ, എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇത്ത പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ പഞ്ചായത്തിൽ നിന്ന് വരുന്നതാണ് എന്ന് ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ഇത്ത എങ്ങ് സിറ്റ് ഔട്ടിലോട്ട് ഇരുന്നിട്ട് ഈ ബാഗിനകത്തിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ട് വെച്ചു. ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. പേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അതായത് പഞ്ചായത്തിൽ നിന്നും എഴുതി കൊടുക്കുന്ന ആ ലിസ്റ്റിൽ വരുന്ന സാധനങ്ങളാണ് ഇവരുടെ കൈകളിൽ വരുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ പേസ്റ്റ് ഇല്ല, നോക്കട്ടെ, ഇനി അടുത്ത മാസം പേസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഉള്ള സാധനങ്ങൾ പിന്നെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച് വെക്കേണ്ട കാര്യവുമില്ല. പിന്നെ നമുക്ക് അത്രയ്ക്കും വലിയ സെറ്റപ്പൊന്നും ഇല്ല. നമ്മൾ വെറുതെ അങ്ങനെ പൈസ ചിലവാക്കാൻ നമ്മുടെ കയ്യിൽ പൈസയും ഇല്ല. ഞാൻ പറഞ്ഞു അയ്യോ പേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് എടുത്തേനെ, എനിക്ക്
അത്യാവശ്യമായിരുന്നു പേസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇല്ല കയ്യിലില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ ചിക്കൻ്റെ ഓരോ ചിക്കൻ നഗറ്റ്സ് അങ്ങനെയുള്ള സാധനത്തിൻ്റെയൊക്കെ ഓരോ പാക്കറ്റ് വീതമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വല്ലതും വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, അതിനൊക്കെ വില കൂടുതലാണ്. ഞാൻ പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നടന്ന് കുഴഞ്ഞ് വരികയാണ്, ഇനിയും കുറച്ച് വീടുകളിലൂടെയൊക്കെ ഇങ്ങ് കയറി ഇറങ്ങി പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് ധാരാളമുണ്ട്, വെയിലായതുകൊണ്ട് ക്ഷീണമാണ്. പിന്നെ ഈ 2 കൈയിലും ഈ സാധനങ്ങൾ ഇങ്ങനെ തൂക്കി പിടിച്ചാണ് നടക്കുന്നത്. അതായത് ഇപ്പം ആ തലയിലിട്ടിരിക്കുന്ന ഷോള് പോലും ഒന്ന് തലയിൽ നിന്ന് താഴോട്ട് വീണാൽ അത് പിടിച്ചിടണമെങ്കിൽ പോലും ഈ 2 സഞ്ചിയും റോഡിൽ വെച്ചിട്ട് വേണം തലയിൽ ഷോള് പിടിച്ചിടാനും. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ആയിത്ത പോകുന്നത്. ഞാൻ നോക്കിക്കൊണ്ട് നിന്നോ പോകുന്നത്. അവർ പക്ഷേ ഞാൻ സാധനങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ ഒരു മുഷിപ്പോ ദേഷ്യമോ ഒന്നും അവർ കാണിച്ചില്ല. ഇപ്പം ചിലവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സാധനങ്ങളുമായിട്ട് വരുമ്പോഴും നമ്മൾ വേണ്ട എന്ന് പറയുമ്പോഴും മിക്കവരും ഇങ്ങനെ ഒരുമാതിരി പിറുപിറുത്ത് കൊണ്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇവരങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവർക്ക് നമ്മുടെ കാര്യങ്ങൾ പിടികിട്ടി. അവർ ആ ഒരു ദേഷ്യമോ ഇപ്പം നമ്മൾ സാധനം എടുത്തില്ല എന്ന പേരിൽ ആ ഒരു ദേഷ്യമോ ഒന്നും കാണിക്കാതെ അവരുടെ ബുദ്ധിമുട്ട് അവരെന്നോട് പറഞ്ഞു. ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെയിലാണ്, ക്ഷീണമുണ്ട്, ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു അവർ. അപ്പം അവരുടെ ആ മുഖത്ത് അവരുടെ ആ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ആ ബുദ്ധിമുട്ട് ഞാൻ കണ്ടു. അതായത് അവർ വിയർത്ത് ഒലിച്ച് അവർ തീരെ അങ്ങ് അവശയായിരുന്നു നടന്ന് കേട്ടോ. അതായത് നടന്നല്ലേ ഇവർ ഈ 2 കൈയിലും സാധനങ്ങൾ തൂക്കി പിടിച്ച് വരുന്നത്. അപ്പോഴേ ഇവർ പോയതിന് ശേഷം ഞാനിങ്ങനെ ആലോചിച്ചു, ഓരോ മനുഷ്യർ ജീവിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്യുന്നത് ഇല്ലേ. ഇപ്പം നമുക്ക് ഇതൊരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ മനുഷ്യനെ നമുക്ക് പഠിക്കാനുള്ള ഒരു പുസ്തകമാക്കി നമ്മൾ എടുക്കണം. അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷമതകൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് അവയെ അഭിമുഖീകരിച്ച് മുന്നോട്ട് കടന്നു പോകാനായിട്ട് പറ്റും ഇല്ലേ. നമ്മളെക്കാട്ടിലും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആൾക്കാരെ നോക്കാതെ ഇങ്ങനെ ഈ രീതിയിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ സ്ത്രീകളെ നോക്കിയാൽ ഇല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും നമ്മൾ വിചാരിക്കും കണ്ടോ അവരൊക്കെ ജീവിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തുകൊണ്ടാണ് അവരിങ്ങനെ ഓരോ ജോലികൾ ചെയ്യുന്നത് ഇല്ലേ. ഇതൊക്കെ ഒരു പാഠമാക്കിയാലും നമുക്കും ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അല്ലേ. ഇപ്പം നമ്മൾ കൂടുതലും നോക്കുന്നത് ഒരു കാര്യത്തിനും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ ഇല്ലേ മറ്റുള്ളവരാൽ സഹായിക്കപ്പെടുന്ന സ്ത്രീകളെയൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇല്ലേ. അത് അവരുടെ ഒരു ഭാഗ്യമായിരിക്കാം അല്ലേ. അവർക്കൊരു കാര്യത്തിനും പുറത്തോട്ട് ഇറങ്ങേണ്ടി വരുന്നില്ല അല്ലേ. മറ്റുള്ളവർ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു അല്ലേ. അവർക്കൊരു കാര്യത്തിനും പുറത്തോട്ട് ഇറങ്ങേണ്ടി വരുന്നില്ല, മറ്റുള്ളവർ അവരെ സഹായിക്കുന്നു അല്ലേ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സ്ത്രീകളെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള സ്ത്രീകളെ നോക്കാതെ നമ്മൾ ഈ രീതിയിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളെ നമ്മൾ നോക്കണം. അപ്പം നമുക്കും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്കിതിനെയൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. നമ്മൾ വിചാരിക്കും കണ്ടോ എത്രയെത്ര സ്ത്രീകളാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അല്ലേ, അവർ ജീവിക്കുന്നില്ലേ എന്ന ഒരു പാഠം നമുക്ക് ഇവരിലൂടെ ലഭിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയാലും നമ്മൾ ജീവിതത്തിൽ വിജയിക്കും അല്ലേ. അല്ലാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് അല്ലേ വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന സ്ത്രീകളെ കണ്ടുപിടിച്ചാൽ ഇപ്പം നമ്മളെ സഹായിക്കാൻ ആരുമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അകത്ത് കയറിയിരുന്നാലും നമുക്കൊരു നേട്ടവും ഉണ്ടാകില്ല അല്ലേ. നമ്മളെന്ത് ചെയ്യണം, നമ്മൾ പുറത്തോട്ടിറങ്ങി അധ്വാനിക്കണം അല്ലേ. എന്നിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകളെ ഒരു പാഠമാക്കണം. അവർ ജീവിക്കുന്ന കണ്ടില്ലേ അല്ലേ. അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകും. ഇപ്പം നമുക്കറിയാം ഇപ്പം രാജ്യങ്ങൾ തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടങ്ങളൊക്കെ നമ്മൾ ചരിത്രത്തിലൂടെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ വേൾഡ് ഹിസ്റ്ററി, അമേരിക്കൻ ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി ഇതൊക്കെ പരിശോധിച്ചാൽ നമ്മൾ രാജ്യങ്ങൾ തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടങ്ങളും യുദ്ധങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒത്തിരി ഇല്ലേ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊന്നും ഒരു യുദ്ധങ്ങളല്ല. സത്യം പറഞ്ഞാൽ മനുഷ്യർ നയിക്കുന്ന ഏറ്റവും വലിയ യുദ്ധം അഥവാ പോരാട്ടം എന്ന് പറയുന്നത് അന്നത്തെ അന്നത്തിന് വേണ്ടി പൊരുതുന്ന മനുഷ്യരാണ് ഏറ്റവും നല്ല രീതിയിൽ യുദ്ധം നയിക്കുന്നത്, ഏറ്റവും നല്ല രീതിയിൽ പോരാടുന്നത്.
കൂടുതലും സ്ത്രീകളായിട്ടുള്ളവർ ഇല്ലേ, ആരാലും സഹായിക്കപ്പെടാനില്ലാതെ ഇല്ലേ, ആരുടെയും തുണയില്ലാതെ ഒറ്റയ്ക്ക് പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾ ഇല്ലേ, അവരാണ് ജീവിതത്തിൽ പോരാടുന്ന സ്ത്രീകൾ ഇല്ലേ, അവരാണ് ജീവിതത്തിൽ യുദ്ധം ചെയ്യുന്ന സ്ത്രീകളെന്ന് നമുക്ക് പറയാം ഇല്ലേ. അല്ലാതെ മറ്റുള്ളവരാൽ സഹായിക്കപ്പെട്ട് ഇല്ലേ ഒരു കാര്യത്തിനും സ്വയമേവ വഴി കണ്ടെത്താതെ മറ്റുള്ളവരെ ആശ്രയിച്ച് ഇല്ലേ ഒരു ജോലിക്കും പോകാതെ അകത്തിരിക്കുന്ന സ്ത്രീകളല്ല യഥാർത്ഥത്തിൽ ദുഃഖം അനുഭവിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് ഇല്ലേ. ഇങ്ങനെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കാരണം പുറത്തോട്ടിറങ്ങി ജോലി ചെയ്ത് ഇല്ലേ അവരുടെ വേദനകൾ ഇല്ലേ അവർ ചിലപ്പോൾ അവർക്ക് പറയാവുന്ന ഒരു വ്യക്തിയായിട്ട് അവർ ഷെയർ ചെയ്യും ഇല്ലേ, അവരങ്ങ് പറഞ്ഞു പോകുന്നതാണ് അല്ലേ. പക്ഷേ അങ്ങനെയുള്ള സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പൊരുതുന്നവർ എന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ലേ. അതായത് അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ നോക്കുക ഇല്ലേ, അപ്പോഴും നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് പറ്റും ഇല്ലേ. ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്ന സ്ത്രീകളെ നോക്കുക, അല്ലാതെ കണ്ണീർ കാണിച്ച് അല്ലേ മറ്റുള്ളവരെ ആശ്രയിച്ച് എനിക്കൊന്നും അറിയത്തില്ല എന്ന ആ ഭാവത്തിൽ വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കഴിയുന്ന സ്ത്രീകളുണ്ട് അല്ലേ. യഥാർത്ഥത്തിൽ എല്ലാ സ്ത്രീകളും ഇതൊക്കെ പഠിച്ചുകൊണ്ടാണോ വരുന്നത്? എല്ലാവരും എന്താണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നു അല്ലേ. അവരവർക്ക് ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പുറത്തോട്ടിറങ്ങി ഓരോ ജോലികൾ ചെയ്യുന്നു അല്ലേ. മറ്റുള്ളവരാൽ ഹെൽപ്പ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? അവർ പുറത്തോട്ടിറങ്ങുന്നില്ല, അവർക്കതിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല, മറ്റുള്ളവർ അവരെ ഹെൽപ്പ് ചെയ്യുന്നു, അവരതുകൊണ്ട് സുഖിച്ച് ജീവിക്കുന്നു അല്ലേ. ആരാരും താങ്ങാനില്ലാതെ, ആരാരും ഹെൽപ്പ് ചെയ്യാനില്ലാതെ, സഹായിക്കാനില്ലാതെ ഇങ്ങനെ ജീവിതത്തോട് പടവെട്ടി പൊരുതുന്ന സ്ത്രീകൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. നമ്മൾ അവരെ ഒരു മാതൃകയാക്കണം അല്ലേ. എന്നിട്ട് നമുക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും നമ്മൾ ആ സ്ത്രീകളെ നമ്മൾ നോക്കണം. യഥാർത്ഥ സ്ത്രീകൾ അങ്ങനെയാണ് എന്നുള്ള ധാരണ നമ്മൾ മനസ്സിലാക്കണം ഇല്ലേ. ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെ ഒത്തിരി സ്ത്രീകളില്ലേ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾ. നമ്മൾ അവരെയൊക്കെ ഒരു മാതൃകയാക്കി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സ്ത്രീകളെ റോൾ മോഡലാക്കണം. അല്ലാതെ മറ്റുള്ളവരെ താങ്ങിക്കഴിയുന്ന സ്ത്രീകളെ ഒരിക്കലും റോൾ മോഡലാക്കരുത് ഇല്ലേ. അങ്ങനെ ആക്കിയാൽ നമ്മുടെ ജീവിതം അണഞ്ഞു പോകത്തതേ ഉള്ളൂ അല്ലേ. അവരെ സഹായിക്കാൻ ധാരാളം ആൾക്കാർ കാണും അല്ലേ, പക്ഷെ നമ്മളെ സഹായിക്കാൻ ആരും കാണുകയില്ല. അപ്പം നമ്മുടെ ജീവിതം കരുപിടിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പക്ഷേ നമുക്ക് പുറത്തോട്ടിറങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിഷമം തോന്നിയേക്കാം, ദൈവമേ എൻ്റെ ജീവിതത്തിൽ എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ. പക്ഷേ അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ത്രീകളെ ഒരു റോൾ മോഡലാക്കണം. കണ്ടോ, അവർ ജീവിക്കുന്നില്ലേ, നമ്മളാണ് യഥാർത്ഥത്തിൽ പടവെട്ടി ഈ പൊരുതുന്നത് ജീവിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടെ നമ്മൾ മുന്നോട്ട് പോയാലും നമുക്ക് ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു.